വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പായസം. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, ഏലക്ക, ചവ്വരി, പാല്, നെയ്യ്, പഞ്ചസാര, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്. ഇനി നമുക്ക് ക്യാരറ്റ് കഴുകി തൊലി കളഞ്ഞിട്ട് ചീകി എടുത്തിട്ട് വരാം. നമ്മൾ ക്യാരറ്റ് ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യ്. നമ്മുടെ നെയ്യ് ഉരുക്കി വന്നിട്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചീക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ അതൊന്ന് അതിൻ്റെ പച്ച ഈ വെള്ളമായി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കാനൊക്കെ കൊണ്ടാണ് വഴറ്റിയെടുത്ത്. നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വെട്ടിയ ചവ്വരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചവ്വരിയും ക്യാരറ്റും ഈ പാലിൽ കിടന്ന് വേവട്ടെ. പായസം നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. വെന്ത് കുറുകി വരുമ്പോഴേ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ പായസം കുറുകി വരും. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ചതച്ച ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം നല്ലതായിട്ട്. ഇവിടെ പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങി വെക്കാം. പായസം വാങ്ങി വെച്ച് നമുക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്ത് ചേർക്കാം. നെയ്യ് ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ വരെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങയോട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് പായസത്തിലിട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് നല്ലതാണ്. മിൽക്ക് മെയ്ഡ് ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക.